ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ ഈ ചെറിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത്, നിങ്ങളുടെ ഫോണിൽ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വാട്സപ്പിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു. വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ നാം പൊതുവെ ചെയ്യല് നമ്മുടെ യൂട്യൂബ് നമ്മൾ മിനിമൈസ് ചെയ്ത് വാട്സപ്പ് ഓപ്പൺ ചെയ്യും, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ചെയ്യും. എന്നാൽ ഇനി മുതൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് യൂട്യൂബിൽ ആ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം, അല്ലെങ്കിൽ അൺലൈക്ക് ചെയ്യണം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റുകളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിർബന്ധമായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും അപ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആപ്ലിക്കേഷൻ തുറക്കുമ്പോഴുള്ള ഇന്റർഫേസ് ആണ് ഇപ്പോൾ നാം കാണുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ ഫോണിലുള്ള വീഡിയോസിന്റെ പ്രിവ്യൂ കാണാൻ സാധിക്കും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് ഇപ്പോൾ നാം മുൻപ് സെർച്ച് ചെയ്ത അല്ലെങ്കിൽ കണ്ട വീഡിയോസിന്റെ ഹിസ്റ്ററി നമുക്ക് ഇവിടെ ഇന്റർഫേസിൽ കാണാൻ സാധിക്കും. അതുപോലെ ഇപ്പോൾ നാം കാണുന്ന ഈ വീഡിയോ എന്നത് വീഡിയോയുടെ ഇന്റർഫേസ് കാണുന്നതിന് പകരം നമുക്ക് ഇത് ഫോൾഡർ അടിസ്ഥാനത്തിലും നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും. അതിന് ഫോൾഡർ എന്നിടത്ത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ ഫോൾഡർ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെ ഫോണിലെ വീഡിയോ നമുക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും. ഇനി ഇതിന്റെ ഓർഡർ നമുക്ക് മാറ്റാൻ കഴിയും. അതിന് ഫോൾഡറിന്റെ നേരെ വലതുവശത്തുള്ള ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിന്റെ ഓർഡർ മാറ്റാൻ സാധിക്കും. ഇനി വീഡിയോ നമുക്ക് സോർട്ട് ചെയ്തും കാണാൻ സാധിക്കും. അതിന് രണ്ട് ആരോയുടെ ഐക്കൺ കാണുന്ന അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡേറ്റ്, നെയിം, സൈസ്, ലെങ്ത് എല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്കത് സോർട്ട് ചെയ്യാനും സാധിക്കും. ഇനി ഇതിന്റെ ഏറ്റവും താഴെ വീഡിയോ, മ്യൂസിക്, യൂട്യൂബ്, മീ എന്ന 4 ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് വീഡിയോ വേണമെങ്കിൽ വീഡിയോ ഇതിൽ പ്ലേ ചെയ്യാം, ഓഡിയോ പ്ലേ ചെയ്യാം, യൂട്യൂബ് വേണമെങ്കിലും പ്ലേ ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്കൊരു വീഡിയോയിൽ എന്തെല്ലാം ഓപ്ഷനുകൾ അടങ്ങിയിട്ടുണ്ട് എന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് വീഡിയോയുടെ സൗണ്ട് മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഡിസ്പ്ലേയിൽ അവൈലബിൾ ആണ്. അതുപോലെ ഡിസ്പ്ലേ ലോക്ക് ചെയ്യാനും നമുക്ക് ഡിസ്പ്ലേ ലോക്ക് ചെയ്യാൻ സാധിക്കും. ഏറ്റവും മുകളിൽ കാണുന്ന ഹെഡ്സെറ്റിന്റെ ഐക്കൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ MP3 മാത്രമായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇത് MP3 മാത്രമായിട്ട് സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സേവ് ടു MP3 എന്നതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിന്റെ ഓഡിയോ ഈക്വലൈസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡിസ്പ്ലേയിൽ കാണുന്ന ഈ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിന്റെ ഓഡിയോ ഏത് രൂപത്തിലും നാം ഉദ്ദേശിച്ചതുപോലെ ഏത് രൂപത്തിലും നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഡിസ്പ്ലേയുടെ ഏറ്റവും മുകളിൽ വലതുവശത്ത് കാണുന്ന 3 ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഒരുപാട് ഓപ്ഷൻ നമുക്ക് അതിൽ അവൈലബിൾ ആണ്. ലൂപ്പിംഗ്, സബ് ടൈറ്റിൽ, ഈ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് ഫേവറേറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മുടെ വീഡിയോയുടെ ഏതെങ്കിലും ഒരു നിശ്ചിത ഭാഗം മാത്രം നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കാണണമെങ്കിൽ AB റിപ്പീറ്റ് എന്നത് ക്ലിക്ക് ചെയ്തിട്ട് ഏത് ഭാഗമാണോ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കാണേണ്ടത് അവിടെ മാത്രം ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഭാഗം മാത്രം റിപ്പീറ്റ് ചെയ്ത് കാണാനുള്ള ഓപ്ഷനും ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് ലഭ്യമാണ്. ഇനി അതിലുള്ള മറ്റു ഓപ്ഷനുകൾ, നമുക്ക് ഒരു ഭാഗം ഒരു സ്ക്രീൻഷോട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എന്നത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അവിടെ സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. ഇനി നാം രാത്രികളിലൊക്കെ ഓഡിയോ പ്ലേ ചെയ്തിട്ട് കിടന്നുറങ്ങുന്നവരാണ് എങ്കിൽ, അല്ലെങ്കിൽ വീഡിയോ പ്ലേ ചെയ്തിട്ട് കിടന്നുറങ്ങുന്നവരാണ് എങ്കിൽ നമുക്ക് ഇതിന് ഓട്ടോമാറ്റിക് ടൈമർ സെറ്റ് ചെയ്യാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓഫ് ആകുക, അല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഓഫ് ആകുക എന്നത് ടൈമർ എന്നത് നമുക്ക് ഓൺ ചെയ്ത് വെക്കാൻ സാധിക്കും. അതുപോലെ ഈ ആപ്ലിക്കേഷൻ നൈറ്റ് മോഡ് അവൈലബിൾ ആണ്. നൈറ്റ് മോഡ് ഓൺ ആക്കി വെച്ചാൽ നമുക്ക് ഒരുപാട് ചാർജ് ലാഭിക്കാൻ സാധിക്കും. നമുക്ക് ഈ വീഡിയോയുടെ സ്പീഡ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കും എന്നതാണ്. ഏത് സ്പീഡിൽ വേണമെങ്കിലും, സ്പീഡ് കുറച്ചിട്ടാണെങ്കിലും കൂടിയാലും നമുക്കിത് ഈ വീഡിയോയിൽ തന്നെ അതിന്റെ
സ്പീഡ് അറേഞ്ച് ചെയ്യാൻ സാധിക്കും എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. ഡിസ്പ്ലേയുടെ സൈസ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഈ ഒരു പ്ലേറ്റ് എന്ന ആപ്ലിക്കേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് ആപ്ലിക്കേഷനുകൾ നമുക്ക് തുറക്കാൻ സാധിക്കും. അതിന് ഡിസ്പ്ലേയുടെ ഏറ്റവും താഴെ വലതുവശത്ത് കാണുന്ന ഈ ഐക്കൺ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോപ്പപ്പ് ഡിസ്പ്ലേ ആയിട്ട് നമ്മുടെ ഫോണിൽ കിടക്കും. ഇനി നമുക്ക് വാട്സപ്പോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമുക്ക് തുറക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. ഇതുപോലെ യൂട്യൂബ് നമുക്ക് ഇതുപോലെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പോപ്പപ്പ് ഡിസ്പ്ലേ ആയിട്ട് വർക്ക് ചെയ്യണോ എന്ന് ചോദിക്കും. നമുക്ക് ഏതും സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് പോപ്പപ്പ് ചെയ്യണമെങ്കിൽ ഏറ്റവും താഴെ നമുക്ക് ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ യൂട്യൂബ് വീഡിയോ ആണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് എവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ അൺലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ഇതിലും നല്ല ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.